എനിക്ക് പറ്റൊരു മണ്ടത്തരത്തിനെ കുറിച്ച് ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് പറയാ? അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് പിന്നീട് തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലെ മുൻനിര നായികമാരിൽ ഒരാളായി മാറിയ താരമാണ് അനുപമ പരമേശ്വരൻ. മലയാളത്തിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് അഭിനയിച്ചതെങ്കിലും തെലുങ്ക്, കന്നഡ സിനിമകളിൽ കൈനിറയെ അവസരങ്ങൾ താരത്തിന് കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം പങ്കിടുന്ന പോസ്റ്റുകളെല്ലാം വളരെ വേഗത്തിൽ തരംഗമായി മാറാറുമുണ്ട്. കരിയറിൽ തിളങ്ങി നിൽക്കുകയാണെങ്കിലും സമീപകാലത്ത് അനുപമ പരമേശ്വരൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചില പോസ്റ്റുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടവയാണ്. തൻ്റെ വ്യക്തിജീവിതത്തിൽ ഏറ്റവും വേദന നിറഞ്ഞ ഒരനുഭവമാണ് താരം ഇതിലൂടെ പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ പേരിൽ താരം ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നു. ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലേക്ക് എത്തിയ ഏറ്റവും വേദനാജനകമായ ഒരു ടോക്സിക് പ്രണയബന്ധത്തെക്കുറിച്ചും അതിൽ നിന്ന് മുക്തമായി സ്വന്തം ജീവിതം പുനരാരംഭിച്ചതിനെക്കുറിച്ചും തുറന്നു പറയുകയാണ് അനുപമ പരമേശ്വരൻ. താൻ പ്രണയിച്ച വ്യക്തിക്ക് അതിരൂക്ഷമായ മൂഡ് സ്വിങ്ങുകൾ ഉണ്ടായിരുന്നുവെന്നും അന്യൻ സിനിമയിലെ വിക്രം കഥാപാത്രത്തെ പോലെ 3 വ്യത്യസ്ത സ്വഭാവങ്ങളായിരുന്നു അയാൾക്കെന്നും അനുപമ പറയുന്നു. ഒരു അന്യനോടൊപ്പം ജീവിക്കുന്നത് പോലെയായിരുന്നു. ചില ദിവസങ്ങളിൽ അയാൾ റെമോ ആയിരിക്കും. ഇത്രയും നല്ലൊരാളെ ജീവിതത്തിൽ കിട്ടാൻ ഇത്ര ഭാഗ്യവതിയാണ് നിങ്ങളെന്ന് തോന്നും. അടുത്ത ദിവസം അയാൾ അന്യനായിരിക്കും, ഏറ്റവും ക്രൂരമായി പെരുമാറും. അടുത്ത ദിവസം അയാൾ നിങ്ങളോട് ക്ഷമ ചോദിക്കും, യാചിക്കും, ആവർത്തിക്കില്ല എന്ന് ആണയിടും, കുട്ടികളെ പോലെ കരയും. അതിങ്ങനെ ആവർത്തിക്കും. അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ആൾ തന്നെയായിരിക്കും ആശ്വാസം തരുന്നതും. ലഹരി ഉപയോഗം പോലെയാണത്. ആ ആളില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലെത്തിക്കും. നമ്മളുമായി ഒരു ബന്ധമില്ലാത്ത കാര്യത്തിൽ പോലും തെറ്റ് നമുക്കായിരിക്കും. അതിരൂക്ഷമായ മൂഡ് സ്വിങ്ങുകളായിരുന്നു. അന്യൻ സിനിമയിലെ വിക്രം കഥാപാത്രത്തെ പോലെ 3 വ്യത്യസ്ത വ്യക്തി സ്വഭാവങ്ങളായിരുന്നു അയാൾക്ക്. ചില ദിവസങ്ങളിൽ അയാൾ അതിയായി സ്നേഹം പ്രകടിപ്പിക്കുകയും അങ്ങേയറ്റം റൊമാൻറ്റിക് ആവുകയും ചെയ്യും. എന്നാൽ പെട്ടെന്നൊരു നിമിഷം സ്വഭാവം പാടെ മാറും. അങ്ങേയറ്റം ദേഷ്യവും വെറുപ്പും നിറഞ്ഞ ക്രൂരമായി പെരുമാറുന്ന ഒരാളായി മാറും. ഈ ദേഷ്യത്തിന് ശേഷം ഒന്നും അറിയാത്ത പാവത്തെ പോലെ വന്ന് അയാൾ പൊട്ടിക്കരയുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്യും. ഒരു തരത്തിലുള്ള വൈകാരിക സുരക്ഷിതത്വവും ആ ബന്ധത്തിൽ എനിക്ക് ലഭിച്ചിരുന്നില്ല. പിന്നീട് ആ ബന്ധത്തിൽ നിയന്ത്രണങ്ങൾ കടന്നു വന്നു. വസ്ത്രധാരണം മുതൽ സാമൂഹിക ഇടപെടൽ വരെയാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന തരത്തിൽ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വന്നു. അഭിനയം അവസാനിപ്പിച്ച് പൂർണ്ണമായി തന്നെ അവരുടെ നിയന്ത്രണത്തിലാക്കാനുള്ള ധൃതിയുടെ ഭാഗമായിരുന്നു. ഈ ബന്ധം ശരിയാകില്ല എന്ന് വീട്ടുകാർ, പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കൾ, എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾ എല്ലാവരും തുടക്കം മുതലേ പറഞ്ഞിരുന്നു. ഞാൻ ചുരുങ്ങിപ്പോകുന്നത് അവരെല്ലാം കണ്ടു. എൻ്റെ കരിയറിലെ ഏറ്റവും വിജയകരമായ സിനിമകളിലൊന്നായിരുന്നു ഡ്രാഗൺ. ആ സിനിമയുടെ പ്രൊമോഷന് പോലും ഞാൻ പ്രൊമോട്ട് ചെയ്തില്ല. ചെയ്യാനിരുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ ഉപേക്ഷിക്കേണ്ടതായി വന്നു. എൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്ന കാര്യങ്ങൾ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായി. വളരെ സത്യസന്ധമായി പറഞ്ഞാൽ സുഖമാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കരഞ്ഞു പോകുമോ എന്ന് എനിക്ക് ഭയമായിരുന്നു. ഇങ്ങനെയായിരുന്നു അനുപമ പരമേശ്വരൻ്റെ വാക്കുകൾ.